ഹായ് എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ജെ എം ജേണി. ഒരു രണ്ട് മൂന്ന് അപ്ഡേറ്റുകൾ പെട്ടെന്ന് പറയാ, പെട്ടെന്ന് പോകുക, അത്രേ ഉള്ളൂ. ഒന്നാമത്തെ അപ്ഡേറ്റ്, ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ് ഡേ ബൈ ഡേ, അല്ലെങ്കിൽ ഓരോ ദിവസവും ഓരോ പോസ്റ്റേഴ്സ് ആയിട്ട്, അത് നമ്മുടെ ഡയറി ഞാൻ പരിചയപ്പെടുത്താം എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഇട്ടിരുന്നല്ലോ. അപ്പൊ ആ ഡയറിയിൽ എഴുതി വെച്ച എന്താണെന്നുള്ളത് ഓരോ ദിവസം പരിചയപ്പെടുത്താണ്. മാധുരി എന്ന് പറഞ്ഞ കഥാപാത്രത്തിന് ആദ്യം നമുക്ക് പരിചയപ്പെടുത്തി. ആ ലേഡീസ് പേഴ്സ് കൊടുത്തിട്ടുള്ളത് അവരാണ്. അവരുടെ 75 പ്രായം, പക്ഷെ 35 അവരുടെ മോഡൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഓണറാണ്. അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് അവരെ പരിചയപ്പെടുത്തിയിരുന്നു. രണ്ടാമത്തെ അടുത്തൊരു പേജിലുള്ള സാധനമാണ് കഴിഞ്ഞ ദിവസം അവർ പുറത്തു വിട്ടിരിക്കുന്നത്. അത് വിജയ് ബാബുവിന്റെ ആണ്. അതിലെഴുതിക്കുന്നത് KL07XZ2398 എന്നാണ് തോന്നുന്നത്. അങ്ങനെ എന്തോ ഒരു കുറിച്ച് വെച്ചിട്ടുണ്ട്. ആൻഡ് എന്തോ എന്തൊക്കെയോ ക്ലെവർ ആൻഡ് റൂത്ത്ലെസ്, വില്ലൻ സ്വഭാവമുണ്ട്. ഭാവി അംബാനി, റിയൽ എസ്റ്റേറ്റ് അവരെ എന്തൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഓണർ, പിന്നെ എന്തോ സംഭവം കാർസ്, അതിന്റെ എന്തോ ഓണറാണ്. ഓൾവേസ് വെയർ സൺഗ്ലാസസ് എന്ന് എഴുതിയിട്ടുണ്ട്. അങ്ങനെ കുറെ കാര്യം. ബിസിനസ് ടൈക്കൂൺ, റിച്ച് ഗൈ, ടോണി എന്നാണ് ക്യാരക്ടറിന്റെ പേര്. അങ്ങനെ എന്തൊക്കെയോ കുറച്ച് സാധനങ്ങൾ എഴുതിയിട്ടുണ്ട്. പിന്നെ ആസ് യൂഷ്വൽ ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സും 7 days to go എന്ന് പറഞ്ഞിട്ട് വന്നൊരു സാധനം. ആൻഡ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്, ഇന്ന് വന്നിട്ടുള്ളത് 6 days to go എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുള്ളതാണ് ഒരു ക്യാരക്ടർ. ഇതേപോലെ ജാൻസി എന്ന് പറഞ്ഞ ക്യാരക്ടറിനെയാണ് അവര് പരിചയപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ആരാണെന്ന് കണ്ടെനിക്ക് മനസ്സിലാവുന്നില്ല. ജാൻസി, പിന്നെ പൂജ അങ്ങനത്തെ സാധനം എഴുതിയിട്ടുണ്ട്. 25/5, 6 feet ഹൈറ്റ് ആയിരിക്കും. WFH എന്ന് എഴുതിയിട്ടുണ്ട്. WTF അല്ല, WFH അതെന്താണോ? ആരെയും കമന്റ് രേഖപ്പെടുത്തി, എനിക്ക് മനസ്സിലായില്ല. പിന്നെന്താ ഉള്ളത് ഇവിടെ? എന്തോ IT പ്രൊഫഷണൽ. ഷീ IT പ്രൊഫഷണൽ. മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്, വെട്ടിയിട്ടുണ്ട്. ഈസ് വിയേർഡ് എന്നാണ്. ജോസപ്പേ, കുട്ടിക്ക് മലയാളം അറിയില്ല കേട്ടോ. വാക്സ് ത്രൂ ആസാദ് റോഡ് എവറി ഡേ അറ്റ് 6 PM. എന്നും 6 മണിക്ക് ആസാദ് റോഡിലൂടെ നടക്കുന്നു. നോട്ട് എ സസ്പെക്ട് ബട്ട് ഹൈഡിങ് സംതിങ്. എന്തോ മറക്കുന്നുണ്ട്. സസ്പെക്ട് ഒന്നും അല്ല, അതെന്താണെന്ന് കണ്ടുപിടിക്കും. ഒരു ന്യൂട്രൽ കുട്ടി. ഇവർ ഈ പരിപാടിയിൽ വീണ്ടും വീണ്ടും പറയാണ്, ഇമ്മാതിരി പ്രസന്റേഷൻ ഇതിനു മുമ്പ് വന്നിട്ടില്ല. ആ പരിപാടിയിൽ ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ് ടീം അവർ വേറെ ലെവലിലാണ് നിൽക്കുന്നത്. സിനിമ അങ്ങനെ ആവട്ടെ, ഒരു എബോ അവറേജ് ഫീലെങ്കിലും തരും എന്നാണ് വിശ്വാസം. നമുക്ക് കണ്ടറിയാം. പിന്നെ ജയിലർ 2 ഒരു പോസ്റ്റർ ജസ്റ്റ് ഇവിടെ വെക്കണം, കാരണം വെക്കാതിരിക്കാൻ പറ്റണില്ല. എന്താണത്? ബാക്ക്ഗ്രൗണ്ടിൽ മറ്റേ സാധനം കത്തിച്ച് പൊളിച്ചടുക്കിയിട്ട് നടന്നു വരുന്ന ആ സാധനമാണ്. പൊന്നണ്ണാ, ഈ സിനിമ ഒന്ന് ഇറക്കി വിട് അല്ലേ. അപ്പൊ ഇത് ഭയങ്കര കട്ട വെയിറ്റിംഗ് ആണ്. നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞ പോലെ ഇതിലെ വില്ലൻ മമ്മൂട്ടിയാണോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ട്. എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോറി, മൊബൈല് താഴ്ത്തി കിട്ടി വൈഫ്. എന്നെ കൊല്ലോ ഇല്ലെന്ന് എനിക്കറിയില്ല. വൈഫിന്റെ മൊബൈലാണ്. അപ്പൊ എന്തായാലും ഒന്നും പറ്റിയിട്ടില്ല, ശരിക്കും ഒന്നും പറ്റിയിട്ടില്ല. അപ്പൊ എന്തായാലും ഇതിൽ മമ്മൂക്കയാണോ വില്ലൻ എന്ന് പറഞ്ഞ മൊബൈലൊക്കെ ഇങ്ങനെ വിറകാണ്. അവരുടെ ചാടിയ അങ്ങട്. അപ്പൊ മമ്മൂക്ക വില്ലനായിട്ട് വരും എന്നുള്ളൊരു സംഭവം ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ബിക്കോസ് ആദ്യം ജയിലർ 1 മമ്മൂക്ക വില്ലനായി എത്താൻ ഇവർ മമ്മൂക്കയാണ് വിചാരിച്ചിരുന്നത്. നെൽസൺ നമ്മുടെ രജനീകാന്തിനോട് പറഞ്ഞു. രജനീകാന്ത് മമ്മൂക്കനെ വിളിച്ച് സംസാരിച്ചു. മമ്മൂക്ക കഥ കേൾക്കാമെന്നേറ്റു. അങ്ങനെ ഓൾമോസ്റ്റ് മമ്മൂക്ക തന്നെ വില്ലനായിട്ട് വരും അവർ വിചാരിച്ചിരിക്കുന്ന സമയത്താണ് അവർ ചിന്തിച്ചത് മമ്മൂക്കയാണെങ്കിൽ കുറച്ച് പണിയുണ്ട്. കാരണം ഈ മറ്റേതെങ്കിലും നടനാകുന്ന പോലെ അല്ല. മമ്മൂക്കയാകുമ്പോ എങ്ങനെ അടിച്ചിടിച്ചിടും, ഈ വിനായകനെ കാണിച്ച പോലെ എങ്ങനെ ചവിട്ടിക്കൂട്ടും, ബുദ്ധിമുട്ടാണ്. കാരണം ആരാധകർ പ്രശ്നം ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ട്. എന്തൊക്കെ പറയാലും അത് രജനീകാന്തിന് മമ്മൂക്കനെ അടിച്ചിടണം, എനിക്ക് പോലും അത് അംഗീകരിക്കാൻ കഴിയില്ല. അങ്ങനത്തെ നമുക്ക് വേണ്ട എന്ന രീതിയിൽ ഇവരും ചിന്തിച്ചു. ആൻഡ് കുറെ കാര്യങ്ങൾ അല്ലെങ്കിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരു കോംപ്രമൈസ് ഇത്ര പടം ചെയ്യുന്നത് നല്ലതല്ല. കാരണം കോംപ്രമൈസ് ചെയ്തിരുന്നെങ്കിൽ സത്യമായിട്ട് അത് താഴെ പോകുമായിരുന്നു. അപ്പൊ അതും ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ മമ്മൂക്കനെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞു. നമുക്ക് അത് ഓക്കെ പറഞ്ഞു, അതവിടെ എൻഡായി. ഇങ്ങനൊരു സാധനം അവിടെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ 2 മമ്മൂക്ക വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അങ്ങനെ 2 അങ്ങനെ മമ്മൂക്ക വന്നാൽ ഇറ്റ്സ് ഗോണ ബ്ലാസ്റ്റ്. വരുമോ നിങ്ങൾ പറയും. എന്തായാലും ഈ പോസ്റ്റർ പൊളിയായിട്ടുണ്ട്. അടുത്തത് ഡാബ്സി ഈ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള നമ്മുടെ മാർക്കോരു പാട്ട് പാടി ചീഞ്ഞളിയുകയും അതിനുശേഷം അദ്ദേഹത്തിന്റെ കുറേ സംഭവങ്ങൾ, പല പാട്ടുകളും പാടി കൊളാക്കുന്നു. എന്നത്തിനോരത്തിലെ അങ്ങനെയൊക്കെ പാടിയിട്ടൊക്കെ കൊളാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഒരു സംഗതി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഭയങ്കര ഫ്ലോപ്പ് ആയിട്ടുണ്ട്. എന്തായാലും 1 വർഷത്തേക്ക് പുള്ളിക്കാരൻ ഇടവേള എടുക്കുകയാണെന്ന് പറയുന്നത്. 1 വർഷത്തേക്ക് ഇടവേള എടുക്കുന്നു. ആരാധകരെ ഞെട്ടിക്കുന്ന പ്രഖ്യാപനമായി ഡബ്സി. ജസ്റ്റ് ഇവിടെ പറഞ്ഞു തന്നു. ഇതിപ്പോ ഇവിടെ പറഞ്ഞു വെച്ചാൽ കിടക്കട്ടെ. അടുത്തത് വിജയ്.
T69 അവസാനത്തെ സിനിമയായിരിക്കും എന്നാണല്ലോ എല്ലാവരും പറയുന്നത്. ഇതിന് മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു T69 അവസാനത്തെ സിനിമയാകില്ല, അതിനുശേഷം ഇടക്കും തലക്കേണ്ട ഒരു പടങ്ങൾ പുള്ളിക്കാരൻ ചെയ്യും. അന്ന് എല്ലാവരും എന്നോട് പറഞ്ഞു എന്ത് ഉറപ്പുണ്ട്. ദേ ഇതാണ് അതിലെ ഒരു ഉറപ്പ്. അതായത് ഇത് ഫുള്ളായിട്ട് അങ്ങോട്ട് വായിക്കാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഡയറക്ടർ മഗീർ തിരുമേനി റീസെന്റ് ഇന്റർവ്യൂ പുള്ളിക്കാരൻ പറഞ്ഞാണ്, ഐ ഹാവ് നരേറ്റഡ് 3 stories to തലപതി വിജയ് ആൻഡ് വിജയ് സർ സെഡ് യു ആർ കൺഫ്യൂസ്ഡ് മഗീർ. All 3 stories are good. 3 കൊള്ളാം. So choose one. I choose one story. He agreed for it. അത് സമ്മതിച്ചിട്ടുണ്ട്. I try to convince Uday sir that I will do Kalagathalevan after Vijay sir film, but he is not convinced. Uday convinced ആയില്ല. So I informed Vijay sir about it. പറഞ്ഞു. And he told we can do this after കലകത്തലൈവൻ എന്ന് പറഞ്ഞിട്ടില്ല, കലകത്തലൈവൻ തന്നെയാണ് പ്രൊണൗൺസ് തോന്നുന്നു. എന്തായാലും ആ സിനിമയ്ക്ക് ശേഷം നമ്മളിത് ചെയ്യാടാ മോനെ മുത്ത ചക്കര എന്ന് വിജയ് പറഞ്ഞിട്ടുണ്ട്. സോ ആ പടം ചെയ്യും എന്നുള്ളതാണ് കേൾക്കുന്നത്. അങ്ങനെ വിജയ് ഇടക്കും തലക്കും ഒരു പടം ചെയ്തിരിക്കും സുഹൃത്തുക്കളെ, ചെയ്തിരിക്കും. ഇപ്പൊ എന്താണ് കംപ്ലീറ്റ് ആയിട്ട് പൊളിറ്റിക്കൽ പരിപാടികൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, ജയിക്കുന്നു, സെറ്റാകുന്നു. ഇതാണ് പുള്ളിയുടെ ഉദ്ദേശം. സെറ്റാകില്ലോ വേറെ കാര്യം. അങ്ങനെ സെറ്റായി കഴിഞ്ഞാൽ, സെറ്റായിട്ടില്ലെങ്കിലും പുള്ളിക്കാരൻ കംബാക്ക് നടത്തിയിരിക്കും. പുള്ളിക്കാരൻ സിനിമകളടക്കം ചെന്നിരിക്കും, ചെയ്തിരിക്കും. അത് വളരെ നല്ല കാര്യമാണ്. മാത്രമല്ല അതിലൂടെ നല്ല പൈസ ഉണ്ടാക്കുമ്പോൾ ഈ കൈയിട്ട് വാരി എന്നുള്ളൊരു സംഭവം വരൂല്ലല്ലോ. ഇനി മമ്മൂക്കേനെ ഇടിച്ചിടാൻ പെപ്പെ ദ പഞ്ച്. കാരണം ദാവീദ് വരുന്നത് February 14th ഇതൊരു പക്കാ ബോക്സിംഗ് റിലേറ്റഡ് സിനിമയാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അത്തരത്തിലൊരു മലയാള സിനിമ വന്നിട്ടില്ല എന്നുള്ള രീതിയിലും വാർത്തകൾ കേൾക്കുന്നുണ്ട്. ഒഫീഷ്യൽ കൺഫർമേഷൻ ഒന്നുമില്ല. പക്ഷെ അതൊരു ബോക്സിംഗുമായി റിലേറ്റഡ് ആയിട്ടുള്ളത് എല്ലാവർക്കും അറിയാലോ, ദാവീദ്. അങ്ങനെ ആ ദാവീദിന്റെ പഞ്ച് ഇനി മമ്മൂക്കയ്ക്കെതിരെയാണെന്നാണ് പറയുന്നത്. കാരണം വേറൊന്നുമല്ല, February 14th ബസൂക്ക റിലീസാണ്, 23rd ഡൊമിനിക് റിലീസാണ്. അപ്പൊ ഈ February 14th ബസൂക്ക റിലീസാവുന്ന ദിവസം തന്നെയാണ് പെപ്പയുടെ ദാവീദ് റിലീസ് ചെയ്യുന്നത്. എന്ത് ധൈര്യത്തിലാണ്, എങ്ങനെയാണ് സംഭവം നമുക്കറിയില്ല. രണ്ടും നല്ല സിനിമയാകട്ടെ, രണ്ടും ഓടട്ടെ. പക്ഷെ ആ ഒരു ടൈറ്റ് വരുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടറിയണം. നമുക്ക് പടത്തിന് എന്തായാലും ഓഫ്കോഴ്സ് ആദ്യത്തെ ദിവസം എല്ലാവരും കയറും. അപ്പൊ അതൊരു രീതിയിൽ ദാവീദിനെ ബാധിക്കും. പക്ഷെ ദാവീദ് മൗത്ത് പബ്ലിസിറ്റി വന്നാൽ, നല്ല പടമാണെങ്കിൽ അപ്പുറത്ത് ആരുണ്ടായിട്ടും കാര്യമില്ല, പടം കയറി കൊടുത്തു. അത് മലയാള സിനിമയുടെ ഒരു പ്രത്യേകതയാണ്. ആൻഡ് വി ഷുഡ് പ്രൗഡ്. അപ്ഡേറ്റ് കഴിഞ്ഞു.